വിക്കിപീഡിയ ആരംഭിച്ചത് 2001 ജനുവരി 15. മലയാളത്തിലെ വിക്കിപീഡിയ ആരംഭിച്ചത് 2002 ഡിസംബർ 21. വിക്കിപീഡിയ ദിനം ജനുവരി 15. വിക്കിപീഡിയ ആരംഭിച്ചത് 2001 ജനുവരി 15. ജനുവരി 15 വിക്കിപീഡിയ ദിനം. യുഎസിൻ്റെ എത്രാമത്തെ പ്രസിഡന്റായാണ് ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 ചുമതലയേറ്റത്? 47-ാം പ്രസിഡന്റ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2024 ഓടക്കുഴൽ അവാർഡ് നേടിയത് കെ. അരവിന്ദാക്ഷൻ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഗ്രന്ഥകാരനും സാമൂഹിക പ്രവർത്തകനും മുൻ കേന്ദ്രമന്ത്രിയുമായ അരുൺ ഷൂരിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകമാണ് ന്യൂ ഐക്കൺ. 2025 സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ബാഴ്സലോണ. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. മത്സ്യ 6000 അന്തർവാഹിനി ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമുദ്രയാൻ. DRDO രൂപം കൊണ്ട വർഷം 1958. 2024 മാർച്ച് 11 നടന്ന മിഷൻ ദിവ്യാസ്ത്ര എന്നത് ഏത് മിസൈലിൻ്റെ പരീക്ഷണമായിരുന്നു? അഗ്നി 5. 2025 വിജയകരമായി പരീക്ഷിച്ച മൂന്നാം തലമുറ ടാങ്ക് വേധ മിസൈൽ ഏത്? നാഗ് മാർക്ക് 2. ഏത് രാജ്യവുമായി ചേർന്നാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത്? റഷ്യ. DRDOയുടെ കീഴിലുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റം ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്. ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് റഷ്യയുമായി ചേർന്നാണ്. അബ്ദുൽ കലാം ദ്വീപിൻ്റെ പഴയ പേര്? വീലർ ദ്വീപ്. നെക് അപ്പാച്ചെ വിക്ഷേപിച്ചതെന്ന്? 1963 നവംബർ 21. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം? 1773 ഡിസംബർ 16. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വിപ്ലവം. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന വർഷം? 1774. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 7ാമത്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 5. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 7ാം സ്ഥാനവും ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 5 ആയാണ് തരംതിരിച്ചിരിക്കുന്നത്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് ഫാം ഫ്രണ്ട്ലി റിഫോം ഇൻഡെക്സ് പുറത്തിറക്കിയ സ്ഥാപനം നീതി ആയോഗ്. ഹംസധ്വനി രാഗം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? രാമസ്വാമി ദീക്ഷിതർ. ഹംസധ്വനി രാഗം കണ്ടുപിടിച്ചത് രാമസ്വാമി ദീക്ഷിതർ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ പ്രസിദ്ധീകരണത്തിൻ്റെ 125ാം വാർഷികം ആഘോഷിച്ചത് 2014. ഇന്ദുലേഖ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1889 ഡിസംബർ 9. അതിൻ്റെ 125ാം വാർഷികമാണ് 2014 ആഘോഷിച്ചത്. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ശബ്ദകൽപദ്രുമം എന്ന സംസ്കൃത നിഘണ്ടു തയ്യാറാക്കുന്നതിന് മുൻകൈയെടുത്തത് രാധാകാന്തദേവ്. തണുപ്പിനെ അതിജീവിക്കാൻ സ്വയം ചൂടാവുന്ന വസ്ത്രം വികസിപ്പിച്ച IIT ഗുവാഹത്തി. പി. ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായത്? പി. ജയചന്ദ്രൻ. തണുപ്പിനെ അതിജീവിക്കാൻ സ്വയം ചൂടാവുന്ന വസ്ത്രം വികസിപ്പിച്ചത് IIT ഗുവാഹത്തി. പി. ഭാസ്കരൻ പുരസ്കാരം ലഭിച്ചത് പി. ജയചന്ദ്രൻ. പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിനു വേണ്ടിയുള്ളതാണ്? ഭിന്നലിംഗക്കാർ. പ്രതിഭാ പദ്ധതി ഭിന്നലിംഗക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നിയമസഭയിൽ വിവർത്തന സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മിത്തും സയൻസും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്
CV ആനന്ദബോസ്. വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല പാലക്കാട്. മിത്തും സയൻസും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് CV ആനന്ദബോസ്. വന്യജീവി ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല പാലക്കാട്. 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വേദി നാഗ്പൂർ. ടിക്ടോക്കിന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം പിൻവലിച്ച രാജ്യം അമേരിക്ക. തൊഴിലില്ലായ്മ നിരക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം 5. കുടുംബശ്രീ മുഖേന സംഘടിപ്പിക്കുന്ന ഓക്സ്ലോ സംസ്ഥാന ക്യാമ്പയിൻ നടക്കുന്നത് എവിടെയാണ്? ശാസ്താംകോട്ട. ഓക്സ്ലോ സംസ്ഥാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീയാണ്. ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് 8ാമത് എഡിഷൻ വേദി മസ്കറ്റ്. രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം. PSC പൈതൃക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പട്ടം. മിഷൻ രേഖ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിഷൻ രേഖ കടലിൽ നിന്നുള്ള ഖനനമാണ്. PSC പൈതൃക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പട്ടം. കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിൽ. 39ാമത് ദേശീയ ഗെയിംസ് വേദി മേഘാലയ. ഭൂമി വാങ്ങാനും വിൽക്കാനും ലീസ് ചെയ്യാനുമുള്ള പോർട്ടലാണ് ക്ലിക്ക്. സംസ്ഥാന സർക്കാരിൻ്റെ നൂതന തൊഴിൽദായക പരിപാടിയാണ് വിജ്ഞാന കേരളം. ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് വിദ്യാ ബാലൻ. കേരളത്തിലാദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച താലൂക്ക് ഓഫീസാണ് ഏറനാട്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് ആസാം.